നമ്മളങ്ങോട്ട് ഇനി നമ്മൾ കൂരായണം. ബ്രഹ്മപുരത്തിൽ കൊച്ചി കോർപ്പറേഷന് 100 കോടിയാണ് പിഴ. ഇത് ഒരു മാസത്തിനകം തന്നെ കെട്ടിവെക്കാൻ വേണം. ഈ വല്ലാത്തൊരു തുക ആയിപ്പോയല്ലേ. ഇനിയിപ്പോൾ ഇതെങ്ങനെ കൊടുക്കും? ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാർ ഇത് വളരെ ഗൗരവത്തോടെ കാണുന്നു. ഈ ഉത്തരവിനെ മാനിക്കുകയും ചെയ്യുന്നു. രാജേഷണ്ണ, ഗൗരവത്തോടെ കാണുകയോ വിധിയെ മാനിക്കുകയോ എന്ത് വേണേലും നിങ്ങൾ ചെയ്തോ, ഒരു പ്രശ്നവുമില്ല. ഈ 100 കോടി എങ്ങനെ അടയ്ക്കും? അതിനെപ്പറ്റി പറയും. അടിയന്തരമായിട്ടുള്ള ഇടപെടൽ, യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള ഇടപെടൽ ഇതിനകം തന്നെ സംസ്ഥാന സർക്കാർ നടത്തി കഴിഞ്ഞിട്ടുണ്ട്. കൊച്ചി കോർപ്പറേഷന്റെ കാര്യത്തിലും സംസ്ഥാന സർക്കാർ ഇടപെട്ടിട്ടുണ്ട്. അല്ല മന്ത്രി, എന്താണ് അടിയന്തര ഇടപെടൽ? ഈ ആൾക്കാർക്ക് ഇപ്പോൾ ഈ ക്യാപ്സ്യൂളുകളൊന്നും ദഹിക്കുന്നില്ലെന്ന്. ഇക്കാര്യത്തിൽ NGTയുടെ ഉത്തരവ് വിശദമായി പഠിച്ച ശേഷം നിയമപരമായ ഉചിതമായിട്ടുള്ള നടപടി സർക്കാർ സ്വീകരിക്കും. സർക്കാരിന്റെ ഉത്തരവാദിത്വം സർക്കാർ നിറവേറ്റുക തന്നെ ചെയ്യും. വല്ലാത്തൊരു പ്രതിസന്ധി തന്നെയല്ലേ ഈ മന്ത്രിപ്പണി. പഴയ പോലെ മന്ത്രി അല്ലായിരുന്നെങ്കിൽ ഇത്രയ്ക്കങ്ങ് ന്യായീകരിക്കേണ്ടി വരില്ലായിരുന്നു. കോർപ്പറേഷന്റെ മാത്രമായി 100 ടൺ മാലിന്യമാണ് അവിടെ സംസ്കരിച്ചത്. ആ സാഹചര്യം അന്നാണ് അങ്കമാലി, ആലുവ, കളമശ്ശേരി, തൃക്കാക്കര, ചേരാനെല്ലൂർ തുടങ്ങിയ തദ്ദേശ സ്ഥാപനങ്ങളിലെ മാലിന്യം അവിടെ കൊണ്ടുവരാൻ തുടങ്ങിയത്. ഈ നഗരസഭകളെല്ലാം ആര് ഭരിക്കുന്നതാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഇനിയിപ്പോൾ വേറെ വഴിയില്ല. സർക്കാരിനും കോർപ്പറേഷനോട്ട് ഭേഷ കിട്ടുന്നുണ്ട്. എങ്കിൽ പിന്നെ പ്രതിപക്ഷത്തിനും കൂടി ഇത്തിരി ഉത്തരവാദിത്തം വെച്ചു കൊടുക്കാം അല്ലേ? നമുക്ക് ഇത് ഷെയർ ആക്കാന്ന്. പക്ഷെ പ്രതിപക്ഷം ഇത് നേരെ സർക്കാരിന്റെ മണ്ടയ്ക്ക് വെച്ചു കൊടുക്കും. കണ്ടോ, 2020 സർക്കാർ ഉത്തരവിറക്കി ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിന്റെ പരിധിയിൽപ്പെടുത്തി പൂർണ്ണ ഉത്തരവാദിത്വം സർക്കാർ ഏറ്റെടുത്താണ്. സതീഷണ്ണ, കഴിഞ്ഞ 5 വർഷം കൊച്ചി കോർപ്പറേഷൻ ഭരിച്ചത് നിങ്ങളാണ് കേട്ടാ. 2012 മുതലുള്ള അശാസ്ത്രീയ മാലിന്യ സംസ്കരണത്തിന്റെ കാര്യം ഹരിത ട്രിബ്യൂണൽ എടുത്ത് പറയുന്നുണ്ട്. ഇത് മൊത്തത്തിൽ അങ്ങ് കൈകഴുകാന്ന് വെച്ചാൽ നടക്കണ കാര്യമല്ല. ഇനി ഒരു പിച്ചച്ചട്ടി സമരം കാണിച്ചു തരട്ടാ. ആണ്ടേ കളിച്ച് ചിരിച്ച് പറഞ്ഞത് കണ്ടോളി. അത് നല്ലവണ്ണം കാണണം. കട്ടപ്പുക കണ്ടുപഠിച്ചില്ലെങ്കിൽ കോടികൾ കോടികൾ കൂടി വരുന്നേ. പാണ്ഡനായുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ വലിക്കുന്നില്ല. നല്ല താളം, നല്ല ഈണം, നല്ല വരികൾ. പിന്നെ ഈ വിധി വരാൻ വേണ്ടി കാത്തിരുന്ന ഒരാളുണ്ടേ, നമ്മുടെ കേന്ദ്രമന്ത്രി. ഇത്രയൊക്കെ സംഭവിച്ചതിന് ശേഷവും സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഇതിൽ ഞങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല, കേരളം ഇപ്പോഴും മാലിന്യ സംസ്കരണത്തിൽ 1ാം സ്ഥാനത്താണ് എന്ന് പറഞ്ഞാണ് നടക്കുന്നത്. മുരളിയണ്ണ, ഒരു ദുരന്തം വരുമ്പോൾ നിങ്ങൾ ചുമ്മാ തള്ളല്ലേ. ഇവിടെ ആരും അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഈ കേരളത്തെ അടിക്കാൻ കിട്ടുന്ന ഒരു വടി നിങ്ങൾ മിസ്സാക്കൂലെന്ന് ഇവിടുത്തുകാർക്ക് അറിയാം. പിന്നെ ഈ ഗോവിന്ദ മാഷിന് ഇതുവരെ ഒരു മാറ്റവും വന്നിട്ടില്ല. ബ്രഹ്മപുരം വിഷയം ഉയർത്തി കോൺഗ്രസിലെ ആഭ്യന്തര കലഹത്തിന് മറയിടാനാണ് കോൺഗ്രസ് കേരളത്തിൽ ഇപ്പോഴും ശ്രമിക്കുന്നത്. മാഷെ, കോൺഗ്രസ്സുകാരുടെ കാര്യം നിങ്ങൾ വിടി. ഈ 100 കോടി പിഴയെ പറ്റി നിങ്ങൾക്ക് വല്ലതും പറയാനുണ്ടോ? പക്ഷെ ഈ ആൾക്കാർക്ക് ചിലത് പറയാനുണ്ട് കേട്ടോ. പിഴയിട്ടാലും നമ്മുടെ പൈസ തന്നെ പോകും. ഇനിയും ചങ്കര തെങ്ങ തന്നെ അവർ ഇവിടെ കിടക്കും. നമ്മുടെ കാശാണ്, അവർക്കൊരു കുഴപ്പമില്ല. 100 കോടി പിഴ കിട്ടണമെങ്കിൽ ആ പിഴയും വൈകിട്ട് ജനങ്ങൾ തന്നെയാണ്.